ഇപ്പോൾ പ്രതിപക്ഷ വി ഡി സതീശൻ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതെല്ലാം KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും. ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല. അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിച്ചോ. സംഘടനാപരമായ ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം പ്രചരണത്തിൽ ഉൾപ്പെടെ ഇറങ്ങുന്നത് UDFന്റെ MLA ആയതുകൊണ്ടാണെന്നാണ്. UDFന്റെ MLA ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് താങ്കൾ മറുപടി. ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കും മറ്റു പരിപാടികൾക്കും വരാൻ കഴിയുമോ, പങ്കെടുക്കാൻ കഴിയുമോ? നിങ്ങളത് KPCC പ്രസിഡന്റിനോട് എന്നോട് ഞാൻ പറയാൻ പാടില്ല. KPCC ആണ് നടപടി എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഞാനല്ല അത് പറയേണ്ട ആള്. അത് KPCC പ്രസിഡന്റ് പറയേണ്ട. ഭരണം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പറഞ്ഞത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ വോട്ട് തേടുമ്പോൾ അതൊരു മോശം ഇമ്പാക്ട് അല്ലേ ഉണ്ടാക്കുക? കേരളം മുഴുവൻ 2 മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് CPM വോട്ട് തേടുന്നത് ആണല്ല. അത് ചോദിക്കുക അവരോട്. ഞാൻ ഇതിന്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പോ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനാ ഞങ്ങളോട്. എന്താ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എൻ്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ബഹളം ഉണ്ടാക്കല്ലേ, അത്ര ആവേശം കാണിക്കല്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ മറുപടി പറയല്ലേ. ഒറ്റ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടിയെടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ മറുപടി. നീ ഒന്നുമില്ല, നത്തിങ് മോർ. വേറെ ഏതെങ്കിലും വിഷയം ചോദിക്കും. എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക? എല്ലാ പ്രിവിലേജോടും കൂടി രാഹുലുമാണ് ഞങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ വീണ്ടും ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ സസ്പെൻഷൻ നേരിടുന്നവരാണ്. സാങ്കേതികമായി പുറത്താക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ആ സസ്പെൻഷനിലുള്ള ഒരാള് വീണ്ടും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നത് ഒരു നല്ല മാതൃകയാണോ? അതിപ്പം സംഘടനാപരമായി ഞാൻ നോ കമന്റ്സ്. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും, ഞാനിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാണെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടൈറ്റിലായിരിക്കുമല്ലോ നിങ്ങൾ കൊടുക്കുന്നത്. VD സതീശൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പറയാത്ത കാര്യമായിരിക്കുമല്ലോ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് കൈരളിയും ദേശാഭിമാനിയും. ഞാൻ പറയില്ല, എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിന് എനിക്കും മറുപടിയില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അതല്ലേ പറഞ്ഞത്. ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം കൊള്ളയടിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന പാർട്ടി നേതാക്കൾക്കെതിരായി ഒരു നടപടി പോലും എടുത്തിട്ടില്ല. മോഷണ കേസിലെ പ്രതികളാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് പാർട്ടി CPM. അതായത് പേടിച്ചിട്ടാണ്. അവർക്കെതിരായി നടപടിയെടുത്താൽ അവര് ഇനിയും അറിയപ്പെടുന്ന CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുമെന്നാണ് ആദ്യം അവർ പറഞ്ഞത്. VD സതീശൻ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരാൾക്കെതിരെ 2 തവണ പാർട്ടി എങ്ങനെ നടപടി സ്വീകരിക്കും എന്ന മറുപടി മാത്രമാണ് താൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം സ്വീകരിക്കായിരുന്നു.